IRGC കമാൻഡറായ മേജർ ജനറൽ മുഹമ്മദ് പക്പൂറാണ് പുതിയ സൈനികരുടെ നിയമനം പ്രഖ്യാപിച്ചത്. ജൂൺ 15-നാണ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് മുൻ സൈനിക മേധാവി മുഹമ്മദ് കസമി, റവല്യൂഷണറി ഗാർഡ് ഓഫീസറായ ഹസൻ മൊഹാഗഗ്, മൊഹസിൻ ബാഗേരി എന്നിവർ കൊല്ലപ്പെടുന്നത്. മുഹമ്മദ് കസമിക്ക് പകരക്കാരനായാണ് മജീദ് ഖദാമിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് മുൻ IRGC കമാൻഡർ ജൂൺ 13-ന് കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പകരക്കാരനായി മേജർ ജനറൽ മുഹമ്മദ് പക്പൂർ പുതിയ മേധാവിയായി ചുമതലയേറ്റിരുന്നു. ഇറാനിയൻ തലസ്ഥാനമായ തെഹ്റാനിൽ IRGC ഇന്റലിജൻസ് ഓർഗനൈസേഷൻ കെട്ടിടം ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്നാണ് കസമിയും മൊഹാഗഗും കൊല്ലപ്പെട്ടത് ഇറാൻ സ്ഥിരീകരിച്ചത്. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിനാണ് ഇസ്രായേൽ സൈന്യം നേതൃത്വം കൊടുക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഉന്നതരായ സൈനിക മേധാവികളെയെല്ലാം ഇറാന് നഷ്ടമായിട്ടുണ്ട്. ഇതോടെ കനത്ത ആഘാതമാണ് ഇറാൻ ഭരണകൂടത്തിന് ഏറ്റിരിക്കുന്നത്. അതേസമയം മേഖലയിലെ സൈനിക നടപടികളിൽ അമേരിക്ക ഇടപെട്ടേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടെ F-22 യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള വലിയ യുദ്ധസന്നാഹങ്ങൾ അമേരിക്ക പശ്ചിമേഷ്യയിൽ വിന്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അമേരിക്കൻ സൈനിക നടപടികളുടെ സാധ്യതകൾക്കെതിരെ ഇറാന്റെ സഖ്യരാജ്യങ്ങളായ റഷ്യയും ചൈനയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.